ഞങ്ങളിപ്പോ ഉള്ളത് കർണാടകയിൽ, അതായത് ബാംഗ്ലൂരിനടുത്ത് മാണ്ഡ്യ എന്ന് പറഞ്ഞ ഏതോ ഒരു ഗുദാമിലാണ്. ഇവിടെ വന്നപ്പോ രണ്ടാൾക്കും കുളിക്കുന്ന സ്ഥലം എവിടാന്ന് ചോദിച്ചറിയാൻ ഞങ്ങൾക്ക് അറിയൂല. കന്നഡ കൊത്തില്ലല്ലോ നമുക്ക്. അങ്ങനെ കൊത്താത്ത കന്നഡയും വെച്ചും കഴിഞ്ഞ് ജമീനിന്റെ സഹായത്തോടെ അങ്ങനെ അവസാനം ഞങ്ങൾ കാവേരി പുഴയുടെ തീരത്തെത്തി. ഞങ്ങൾക്ക് കുളിക്കാൻ പോകണം എന്ന് കന്നഡയിൽ പറയുന്നതിന് നാനു സ്നാനಕ್ಕೆ ಹೋಗುತ್ತೀವಿ എന്ന് പറയാം. നാനു സ്നാനಕ್ಕೆ ಹೋಗುತ್ತೀವಿ. ഇപ്പൊ ശരിയാക്കി തരാം. നല്ലൊരു കുളി കഴിഞ്ഞ് ഉന്മേഷവാനായി തിരികെ വരാം. നേഴ്സറി അല്ലയോ? പിന്നെ ഇവിടെ വന്നു നോക്കുമ്പോ ഇവിടെ കുറെ ആൾക്കാർ കുളിക്കുന്നവരും കുളിക്കാൻ വന്നോലും അല്ലാണ്ട് പുറത്തുനിന്ന് വന്നോലും ഒക്കെ കിട്ടും. അന്വേഷിച്ചും കാണാൻ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കനാലിൽ നിന്ന് വേണേൽ കനാലിൽ നിന്ന് കുളിക്കുക, അതല്ല പുഴന്ന് വേണേൽ പുഴന്ന് കുളിക്കുക. അങ്ങനെ രണ്ടിനും കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. അടിപൊളി സ്ഥലം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. 2-3 സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഓലർ ഇവിടെ ഇറങ്ങാൻ പറ്റൂല, ഇവിടെ ഒഴുക്കൊക്കെ ഉള്ള സ്ഥലമാണ്. നിങ്ങൾ ഇവിടെ അങ്ങനെ ആരും കുളിക്കാൻ ഇറങ്ങില്ല. അങ്ങനെ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു പബ്ലിക് സ്പോട്ട് ഉണ്ട്. ആ ഒരു സ്പോട്ടും തേടി ഞങ്ങൾ കുറെ അലഞ്ഞ് പകുതി വരെ ജമിനി നമ്മളെ സംരക്ഷിച്ചു. പകുതി ജമിനി കൈവിട്ട്. പിന്നെ ഞങ്ങൾ കന്നഡ പഠിച്ചിട്ടോ. ഈ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ കന്നഡ ഫുള്ള് കൊത്തി. കുളി കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ചോറ് നണം. ചോറ് നിന്നതിന് എന്താ പറയാ? ചോറ് വാങ്ങിയത് ഹല്ലിദു. ചോറ് വാങ്ങുന്ന സ്ഥലം നോക്കട്ടെ. അപ്പൊ